Hello everyone, welcome back to my YouTube channel and a new video. Today we'll be discussing the work A Long Walk to Freedom, the autobiography of Nelson Mandela, and in that we'll be discussing the third part of the book titled The Birth of a Freedom Fighter. Okay, this part consists of 4 chapters, and here he'll be talking about how he joined the ANC or African National Congress and how the organization fought against the racial segregation and apartheid system in South Africa. അപ്പോൾ ആദ്യം ചാപ്റ്റർ 11-ൽ മണ്ടേല പറഞ്ഞു തുടങ്ങുന്നത് അദ്ദേഹം എപ്പോഴാണ് ശരിക്കും പൊളിറ്റിസൈസ്ഡ് ആയതെന്ന് അദ്ദേഹത്തിന് ആ ഒരു മൂമെൻറ്റ് പിൻ പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആഫ്രിക്കയിലെ ഓരോ കുഞ്ഞും ജനിക്കുന്ന മാത്രമേ തന്നെ പൊളിറ്റിസൈസ്ഡ് ആവുകയാണ്. അത്രമാത്രം അവിടെ റേഷ്യൽ സെഗ്രഗേഷൻ പ്രിവലൻ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവിടെ ആഫ്രിക്കൻ ഓൺലി ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രാൻസ്പോർട്ടേഷൻസും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദർ ആർ ആഫ്രിക്കൻ ഓൺലി ഹോസ്പിറ്റൽസ്, ആഫ്രിക്കൻ ഓൺലി ബസ്, ആഫ്രിക്കൻ ഓൺലി ഏരിയ, ആഫ്രിക്കൻ ഓൺലി സ്കൂൾസ്, ആഫ്രിക്കൻ ഓൺലി ജോബ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ റേഷ്യൽ ഡിസ്ക്രിമിനേറ്ററി ലോസ് അവിടെ നിലനിൽക്കുന്ന കാലത്തോളം അവിടെ ഈ ഒരു അപ്പാർട്ടൈഡ് സിസ്റ്റം കാണുമെന്നും അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയും ആഫ്രിക്കൻസിന് അവർ അർഹിക്കുന്ന ആ ഒരു ലിബറേഷൻ നേടിക്കൊടുക്കാൻ വേണ്ടിയുമാണ് മണ്ടേല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ഒരു യാത്രയിൽ ഒരുപാട് പേരായിട്ട് പരിചയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് വാൾട്ടർ സിസിലു ആണ്. ഒരു സൗത്ത് ആഫ്രിക്കൻ ആക്ടിവിസ്റ്റ് ആണ്. He describes Sisulu as strong, reasonable, practical, dedicated, and someone who never lost self-control at a crisis. മാത്രമല്ല, സിസുലു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിട്ടുള്ള ANC എന്ന ഓർഗനൈസേഷനിലെ ഒരു മെമ്പറായിരുന്നു. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് ആഫ്രിക്കൻസിൻ്റെ ഉന്മനം, അതുപോലെ തന്നെ അവരുടെ ഒരു ഫ്രീഡം, അതായിരുന്നു ആ ഒരു ഓർഗനൈസേഷൻ്റെയും ഒരു ഗോൾ എന്ന് പറയുന്നത്. അവർ ഒരുപാടധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു മാറ്റം കണ്ടുവരുന്നത് 1940s. കാരണം 1941 പ്രസിഡന്റ് റൂസ്വെൽറ്റും ചേർച്ചിലും കൂടി അറ്റ്ലാന്റിക് ചാർട്ടർ സൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ചാർട്ടറിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആണ്. റീഅഫേമിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻസ് ആൻഡ് പ്രൊപ്പഗേറ്റിംഗ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ട് ANC-യും അവരുടേതായിട്ടൊരു ചാർട്ടർ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ആഫ്രിക്കൻ ക്ലെയിംസ് എന്നാണ്. അതിൻ്റെ ഡിമാൻഡ് എന്താണ്? ആഫ്രിക്കൻസിന് ഫുൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുക, അവർക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്ററി ലോസ് എല്ലാം തന്നെ റിപ്പീൽ ചെയ്യുക. ഇതൊക്കെ ഗോൾസ് ആക്കി വെച്ചുകൊണ്ട് അവർ ആഫ്രിക്കൻ ക്ലെയിംസിനൊരു ചാർട്ടറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 1940s വരുന്ന മാറ്റങ്ങളാണ്. പിന്നീട് അദ്ദേഹം സിസുലുവിൻ്റെ ഒർലാൻഡോയിലുള്ള വീടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ആക്ടിവിസ്റ്റിനും അതുപോലെ ANC-യിലെ മറ്റ് മെമ്പേഴ്സിനും അതൊരു മെക്കയായി മാറുന്നതെന്നവരെ പറയുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു നടത്തിക്കൊണ്ട് പോയത്. ആ സമയത്ത് മണ്ടേല മീറ്റ് ചെയ്യുന്ന ബാക്കി വ്യക്തികളാണ് ആൻറ്റോൺ ലെംഡെ, അതുപോലെ AP എംഡ. ഇതിലാദ്യം ലെംഡയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. He describes him as a person of magnetic personality who always thought in original and startling ways. He hated the idea of black inferiority complex and wanted to make Africa as a black man's continent. He believed that the black had to improve their self-image before rising into action and preached self-reliance and self-determination, which he termed as his philosophy of Africanism. And in a way he became a mentor to Mandela as well. അപ്പോൾ ആദ്യത്തെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ലെംഡയാണ്. അത് ആഫ്രിക്ക എന്ന് പറയുന്നത് ബ്ലാക്ക് മാൻ്റെ മാത്രം ഒരു കോണ്ടിനെൻ്റ് ആയിരിക്കേണ്ട ഒരു രാജ്യമാണെന്നൊരു രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഈ ഒരു ആഫ്രിക്കൻസ് ഫേസ് ചെയ്യുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ വളരെയധികം വെറുത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം ആ സമയത്തുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ്, യൂറോപ്യൻസ് പ്രോഗ്രസീവ് ആണ്, സിവിലൈസ്ഡ് ആണ്, കൾച്ചേർഡ് ആണ്, വൈറ്റ്സ് ആണ് ഈ ഒരു രീതിയിലുള്ളൊരു സുപ്പീരിയർ ആണെന്നും ബ്ലാക്ക്സ് അതുപോലെ തന്നെ ഇൻഫീരിയർ ആണ്,
അൺകൾച്ചേർഡ് ആണ്, റിഗ്രസീവ് ആണ്, അൺസിവിലൈസ്ഡ് ആണ് എന്നുള്ളൊരു സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയർ ആ സമയത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് അപ്പാർട്ടൈഡ് സിസ്റ്റം ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. മണ്ടേല ഉൾപ്പെടെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹവും ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു എന്ന്. പക്ഷേ ഈ വ്യക്തികളുമായിട്ടെല്ലാം പരിചയപ്പെട്ട് ഇവരുമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഇല്യൂഷനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി പീറ്റർ എംഡെ ആണ്. അദ്ദേഹത്തെ ലെംഡെക്കാട്ടിലും കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് മണ്ടേല പറയുന്നത്. എംഡെ is described as controlled, exact and practical. Unlike Lemde, Emda was specific and scientific. And other activists in the ANC included Oliver Tambo, Dr. Lionel Majobdi, Victor Bobo, William Nakomo, Jordan Gubain and David Bopape. The members decided to form a youth league as a way of lighting a fire under the leadership of ANC. അപ്പോൾ ഈ വ്യക്തികളെല്ലാം തന്നെ നമ്മൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിലും കാണുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും കൂടി ANC കീഴിൽ തന്നെ ഒരു യൂത്ത് ലീഗ് ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ 1943 ഇവർ ANC ഹെഡായിട്ടുള്ള ഡോക്ടർ സ്യൂമെ കണ്ടുമുട്ടുകയും ഈ ഒരു യൂത്ത് വിങ്ങിൻ്റെ കാര്യങ്ങൾ, ആ ഒരു ക്യാമ്പയിൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു മാനിഫെസ്റ്റോ ഉൾപ്പെടെ അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്ടർ സ്യൂമയ്ക്ക് ഈ ഒരു യൂത്ത് ലീഗിൻ്റെ ഫോർമേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് സപ്പോർട്ടീവായിട്ടൊരു ഐഡിയ ആയി തോന്നുന്നില്ല. കാരണം ഈ ഒരു ക്യാമ്പ് വളരെ റാഷാണ്, ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാത്രം ആഫ്രിക്കൻസ് അത്രയും ഒരു രീതിയിൽ ചിന്തിക്കുന്ന, ഒരു ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഫ്രിക്കൻസ് മാറിയിട്ടില്ല എന്നുള്ളൊരു ഒപ്പീനിയനായിരുന്നു ഡോക്ടർ സ്യൂമയ്ക്കുള്ളത്. പക്ഷെ എന്നാൽ പോലും മണ്ടേല ഉൾപ്പെടുന്ന ബാക്കി ആക്ടിവിസ്റ്റുകൾ ആരും തന്നെ ഇതൊരു റിജക്ഷനായിട്ട് അങ്ങനെ എടുത്തില്ല. അവർ യൂത്ത് ലീഗിന് വേണ്ടി ഒരു പ്രൊവിഷണൽ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ലീഡർ ആയിട്ട് വില്യം നെക്കോമോയാണ് വെക്കുന്നത്. അവർ ANC നാഷണൽ കോൺഫറൻസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. യൂത്ത് ലീഗ് ഫോർമേഷൻ്റെ ഒരു പ്രപ്പോസൽ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. അത് പിന്നീട് അക്സെപ്റ്റഡ് ആകുന്നുണ്ട്. അങ്ങനെ ഒരു 1944 ഒരു ഈസ്റ്റർ സൺഡേയിൽ യൂത്ത് ലീഗ് ഫോർമേഷൻ ഉണ്ടാകുന്നു. അവിടെ കൂടുതലും അവർ ഡിസ്കസ് ചെയ്തിരുന്നത് ആഫ്രിക്കൻ നേഷൻ്റെ ഹിസ്റ്ററിയും കൊളോണിയലിസവും അതുപോലെ തന്നെ ഉണ്ടായി വരേണ്ട ഒരു ആഫ്രിക്കൻ നാഷണലിസത്തിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്തിരുന്നത്. അവിടെ പ്രസിഡൻ്റായി ലെംഡെ വരുന്നു, ടാംബോ സെക്രട്ടറി ആയിട്ട് വരുന്നു, സിസിലു ട്രഷററായിട്ട് വരുന്നു. ബാക്കി ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഭാഗമാകുന്നു. പിന്നെ യൂത്ത് ലീഗിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നതും ഈ ഒരു ആഫ്രിക്കൻ നാഷണലിസമാണ്. അതായത് the creation of one creed out of many tribe, overthrowing of white supremacy and establishment of a democratic form of government. ഈ 3 കാര്യങ്ങളായിരുന്നു ആഫ്രിക്കൻ നാഷണലിസം എന്ന് പറയുമ്പോൾ അവർ കൂടുതലും ഒരു എംഫസിസ് കൊടുത്തിരുന്ന കുറച്ച് കാര്യങ്ങൾ. മാത്രമല്ല അവരുടെ മാനിഫെസ്റ്റോയിലും അവർ എതിർത്തിരുന്ന ഒരു കാര്യം ഈ ഒരു ട്രസ്റ്റിഷിപ്പാണ്. The notion of trusteeship included wealthy people having white interest looking after poor Africans. For that, the leader cited the 1913 Land Act, the Urban Area Act of 1923, the Colour Bar Act of 1926, the Native Administration Act of 1927, the Representation of Native Act of 1936, which shattered the illusion that the white would allow Africans to have control over their destiny. സോ ബേസിക്കലി യൂത്ത് ലീഗിൻ്റെ മാനിഫെസ്റ്റോയിൽ അവർ കൂടുതലും പറഞ്ഞത് ഈ ഒരു വൈറ്റ് സുപ്രീമസി എങ്ങനെയെങ്കിലും ഓവർത്രോ ചെയ്യുക. ആ ഒരു കാര്യമായിരുന്നു മെയിനായിട്ട് അവർ പറഞ്ഞിരുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അവർ കമ്മ്യൂണിസത്തിനെയും കുറേയൊക്കെ എതിർത്തിരുന്നു. കാരണം കമ്മ്യൂണിസം ഒരു യൂറോപ്യൻ, ഒരു ഫോറിൻ ആയിട്ടുള്ളൊരു ഐഡിയോളജിയാണ്. മാത്രമല്ല ഡോമിനേറ്റ് ചെയ്തിരുന്നതും വൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിസം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വൈറ്റ് സുപ്രീമസി അവർക്ക് ഓവർത്രോ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് അവർക്ക് തോന്നി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ പറയുന്നുണ്ട്. കാരണം പേഴ്സണലി അദ്ദേഹത്തിന് ഒരു ആക്റ്റീവ് മെമ്പറായിട്ടിരിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരേ സമയം പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. മാത്രമല്ല ഒരു പബ്ലിക് സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു.
വേറൊരു കാര്യം, ലെംഡെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു ലെംഡയുടെ ഒരു ആഫ്രിക്കനിസം എന്ന് പറഞ്ഞ ഐഡിയ എന്താണെന്ന്. ഒരു ആഫ്രിക്ക ഒരു ബ്ലാക്ക് മാൻസ് കോണ്ടിനെൻ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ലെംഡെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എതിർത്ത് മണ്ടേല ഉൾപ്പെടെ പല യൂത്ത് ലീഗ് മെമ്പേഴ്സും വന്നിരുന്നു. കാരണം അവർ പറയുന്നത് വൈറ്റ്സിൻ്റെ ഇടയിലും ആഫ്രിക്കൻസിനോട് സിമ്പത്തൈസ് ചെയ്യുന്ന, അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വൈറ്റ്സ് ഉണ്ട്. അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു മൾട്ടി റേഷ്യൽ സ്ട്രഗിൾ ആക്കണം എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു മണ്ടേലയ്ക്കും മറ്റ് മെമ്പേഴ്സിനും ഉണ്ടായിരുന്നത്. പക്ഷെ ലെംഡെ കൂടുതലും ഒരു രീതിയിലും വൈറ്റ്സ് ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ളൊരു കോൺട്രാസ്റ്റിംഗ് ഒപ്പീനിയൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ അവസാനം മണ്ടേല പറയുന്നത് എങ്ങനെയാണ് വാൾട്ടർ സിസിലുവിൻ്റെ വീട്ടിൽ അദ്ദേഹം പൊളിറ്റിക്കൽ ഡിസ്കഷൻസിന് പോയിരുന്നതെന്നും സിസിലുവിൻ്റെ വൈഫായിട്ടുള്ള ആൽബർട്ടീനെ അദ്ദേഹം പരിചയപ്പെടുന്നതും എങ്ങനെയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസിൽ വളരെയധികം സപ്പോർട്ടീവായി നിന്നിരുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല സിസിലുവിൻ്റെ വീട്ടിൽ വെച്ചാണ് മണ്ടേല അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന എവലൻ മെയ്സിനെ പരിചയപ്പെടുന്നത്. അടുത്ത ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് 1946 ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് മാറിയത്, അതിന് ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസസ് അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെ ബാധിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. The first one was the mine workers' strike, in which 70,000 African miners went on a strike for a minimum wage of 10 shillings a day, as well as for family housing and 2 weeks paid leave. Even when African mine workers' union repeatedly pressed the need, the chamber ignored their demands. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. എങ്ങനെയാണ് മൈൻ വർക്കേഴ്സ് സ്ട്രൈക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളത്. അവിടെ ഒരു 70,000 ആഫ്രിക്കൻ മൈനേഴ്സ് സ്ട്രൈക്കിന് പോവുകയാണ്. കാരണം എന്താണ്? അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു മിനിമം വേജ് ആണ്. മാത്രമല്ല ഒരു ഹൗസിങ്ങും പെയ്ഡ് ലീവും വേണമായിരുന്നു. പക്ഷേ ഇത് ഒന്നും തന്നെ ചേംബർ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു യൂണിയൻ്റെ ഓഫീസുകൾ റാൻസാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് മണ്ടേല ആ ഒരു യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയ ഒരു JB മാർക്സ് എന്നൊരു കമ്മ്യൂണിസ്റ്റും ANC-യുടെ ഒരു മെമ്പർ തന്നെയാണ്. JB മാർക്സുമായി മണ്ടേല ഓരോ മൈനിൽ നിന്ന് മറ്റൊരു മൈനിലേക്ക് നടന്ന് അവിടുത്തെ വർക്കേഴ്സിനോടെല്ലാം സംസാരിക്കുന്നു, സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നു. അവസാനം ഈ ഒരു സ്ട്രൈക്ക് ഒരു രീതിയിൽ ഒരു ഫെയിലിയർ ആയിരുന്നെങ്കിലും, മാത്രമല്ല മാർക്സ് പോലത്തുള്ള പല ലീഡേഴ്സിനെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷേ മാർക്സുമായിട്ടുള്ളൊരു ഉടനീള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം ഈ ഒരു ഇൻസിഡൻറ്റിലൂടെയായിരുന്നു. മറ്റൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിനാണ്. ദ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ദി ഏഷ്യാറ്റിക് ലാൻഡ് ടെന്യൂർ ആക്ട് പാസ്ഡ് ഇൻ 1946 ബൈ ദി ഗവൺമെൻറ് ഓഫ് ജനറൽ സ്മട്ട്. ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻസിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് അവർ തടഞ്ഞു. മാത്രമല്ല ഇന്ത്യൻസ് താമസിക്കേണ്ട ഏരിയ അവർ കുറച്ചു, ആ ഒരു ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്തു. മാത്രമല്ല ഇന്ത്യൻസിന് അവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള അവകാശവും അവർ നടപ്പാക്കിയില്ല. അപ്പോൾ പകരം എന്താണ് കൊടുത്തത്? പാർലമെൻറ്റിൽ ഒരു റെപ്രസെൻറ്റേഷനാണ് കൊടുത്തത്. പക്ഷെ അവർക്ക് ഇത്രയും അധികം നഷ്ടങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് വെറുമൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. അതിനെതിരെ ഉള്ളൊരു ക്യാമ്പയിനായിരുന്നു. അത് ഓർഗനൈസ് ചെയ്യുന്നത് ഡോക്ടർ ഡഡു ആണ്, പ്രസിഡൻറ്റ് ഓഫ് ദി ട്രാൻസ്വാൽ ഇന്ത്യൻ കോൺഗ്രസ്, ആൻഡ് ഡോക്ടർ നൈക്കാർ, പ്രസിഡൻറ്റ് ഓഫ് നെയ്റ്റാൽ ഇന്ത്യൻ കോൺഗ്രസ്. ഈ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്ന ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു 2 വർഷത്തോളം നീണ്ടു നിന്നൊരു ക്യാമ്പയിനായിരുന്നു. പാസീവ് റെസിസ്റ്റൻസ് ആയിരുന്നു. അതായത് ഒരു നിസ്സഹരണം. അപ്പോൾ ഇതെങ്ങനെയാണ് മണ്ടേലയുടെ എക്സ്പീരിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചാൽ, ഭാവിയിലുള്ള ആഫ്രിക്കൻ യൂത്ത് ലീഗ് എങ്ങനെ വേണം പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു മോഡൽ അദ്ദേഹം കണ്ടത് ഈ ഒരു ക്യാമ്പയിനിൽ നിന്നാണ്. ആ സമയം പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസിലുവിൻ്റെ വീട്ടിൽ വെച്ച് കണ്ട ആ ഒരു
പെൺകുട്ടിയെ എവലിനെ അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ മൂവ് ടു ദ two-room municipal house and welcome their first child, Madiba Temkile, who he nicknames as Tembi. പിന്നീട് ഒരു എക്സ്പീരിയൻസ് കൂടി അദ്ദേഹം പറയുന്നത് റെവറൻ മൈക്കിൾ സ്കോട്ടിനെ കുറിച്ചാണ്. ഒരു ആംഗ്ലിക്കൻ ക്ലേർജിമൻ ആണ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. മണ്ടേലയുടെ അടുത്ത് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൽ പറയുന്നത് റെവറൻ സ്കോട്ടിൻ്റെ അടുത്ത് കോമോ എന്നൊരു സ്കോട്ട ക്യാമ്പിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ആൾ വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കൂടുതലും ഇങ്ങനത്തെ ഈ ഒരു ആൾക്കാരെ എല്ലാം മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റി പാർപ്പിക്കുന്ന ഒരു ഡിസിഷനെതിരെ അന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് സഹായിക്കാൻ വേണ്ടി ഒരു സഹായ അഭ്യർത്ഥന ചോദിച്ചുകൊണ്ടാണ് റെവറൻ സ്കോട്ടിൻ്റെ അടുത്ത് കോമോ എത്തുന്നത്. അങ്ങനെ റെവറൻ സ്കോട്ട് ആ ക്യാമ്പിൽ തന്നെ താമസിച്ചുകൊണ്ട് ഒരു കോൺഗ്രഗേഷൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ അഭ്യർത്ഥനയായിട്ട് വന്ന ഇതേ കോമോ തന്നെ ഒരു പണമിടപാടിൽ പെട്ടുപോകുന്നുണ്ട്. അവസാനം സ്കോട്ടിനെ തന്നെ ആ ഒരു ക്യാമ്പിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഹെൽപ്പായിട്ട് ചോദിച്ചുകൊണ്ടാണ് സ്കോട്ട് മണ്ടേലയുടെ അടുത്ത് വരുന്നത്. അപ്രകാരം മണ്ടേല ക്യാമ്പിൽ തിരിച്ചു പോകുന്നുണ്ട്, സ്കോട്ടിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ച് സ്കോട്ട ക്യാമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെവറൻ സ്കോട്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റും കൂടിയായിരുന്നു ഇത്. 1947 മണ്ടേല ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആവുകയാണ്, LLB. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഫൈനാൻഷ്യൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള മെക്കാസിയുടെ ഒരു മരണവും ഇവിടെ പറയുന്നുണ്ട്. 1947 ലെംഡയുടെ മരണവും രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പീറ്റർ എംഡെ ആണ് യൂത്ത് ലീഗിൻ്റെ പുതിയ ലീഡർ ആകുന്നത്. ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും എത്ര കോൺട്രാസ്റ്റിംഗ് ആയിട്ടൊരു ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അപ്പോൾ എംഡ കുറച്ചും കൂടി അനലിറ്റിക്കലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല കുറച്ചും കൂടി അദ്ദേഹത്തെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹവും ഇതേപോലെ വൈറ്റ് ഒപ്രഷനും ഡോമിനേഷനും എല്ലാം തന്നെ വെറുത്തിരുന്നെങ്കിലും ഒരിക്കലും വൈറ്റ് പീപ്പിളിനെ അദ്ദേഹം വെറുത്തിരുന്നില്ല, ആ വ്യക്തികളെ അദ്ദേഹം വെറുത്തിരുന്നില്ല, ആ ഒരു സിസ്റ്റത്തെ ആയിരുന്നു അദ്ദേഹം വെറുത്തിരുന്നത്. ലെംഡെ അങ്ങനെയല്ല. ലെംഡെ വൈറ്റ് പീപ്പിളിനെയും വൈറ്റ് ഒപ്രഷനെയും രണ്ടിനെയും വെറുത്തിരുന്നു. ഓക്കെ. മാത്രമല്ല അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെയും കുറച്ചും കൂടി ഒരു മൈൽഡ് അപ്രോച്ചായിരുന്നു. അങ്ങനെയായിരുന്നു ലെംഡെ ആയിട്ട് അദ്ദേഹം വ്യത്യസ്തനായി നിന്നിരുന്നത്. 1947 തന്നെ മണ്ടേലെ ട്രാൻസ്വാൽ ANC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എലക്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. CS റമോഹനോ, പ്രസിഡന്റ് ഓഫ് ദി ANC ഇൻ ട്രാൻസ്വാൽ റീജിയൻ. He was a staunch nationalist and a skillful organizer who considered ANC as a national organization that should welcome all who support Africans' cause. പിന്നീട് 1947 തന്നെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാം തന്നെ, അതായത് ഡോക്ടർ സ്യൂമ, ഡോക്ടർ ഡഡു, ഡോക്ടർ നായ്ക്കാർ, ഇവരെല്ലാവരും തന്നെ ഒരു ഡോക്ടേഴ്സ് പാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരുടെ എല്ലാം കോമൺ ആയിട്ട് ഒരു എനിമി എന്ന് പറയുന്നത് വൈറ്റ് മാൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ഒപ്രഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ആഫ്രിക്കൻസിനും ഇന്ത്യൻസിനും കളേർഡിനും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പായിട്ട് തന്നെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാമെന്നൊരു തീരുമാനം അവർ എടുക്കുന്നുണ്ട്. അപ്രകാരം ക്യാമ്പയിൻസ് എല്ലാം തന്നെ ആ ഒരു രാജ്യത്ത് നടക്കുന്നുണ്ട്. കാരണം ഇനി തൊട്ടുള്ള ഒരു ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത് ആഫ്രിക്കൻസിന് മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യൻസിന് മാത്രമോ ആയിരിക്കത്തില്ല. അവരുടെ എല്ലാം തന്നെ ഗോൾ ഒന്ന് തന്നെയാണ്, വൈറ്റ് സുപ്രീമസിയെ ഒപ്പോസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഫ്രീഡം സ്ട്രഗിൾ നടത്താമെന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷെ പിന്നീട് റമോഹനെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസോബീഡിയൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അദ്ദേഹത്തിനെതിരെ പാസ്സാകുക എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ മണ്ടേല ഒരു ഡിലെമയിലേക്ക് വരെയാണ്. കാരണം അദ്ദേഹത്തെ ഒരുപാടധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ രീതിയിലൊരു
പേഴ്സണൽ ലോയൽറ്റി അവിടെയുണ്ട്. പക്ഷേ ഒരു മെമ്പർ, ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പർ എന്ന രീതിയിൽ അതിലെ മറ്റൊരു മെമ്പർ ഒരു പൊളിറ്റിക്കൽ ഡിസൊബീഡിയൻസ് കാണിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ഫീലിങ്സിന് അവിടെ അധികം പ്രാധാന്യം കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് സെൽഫിഷ് ആകും. അപ്പോൾ പേഴ്സണൽ ലോയൽറ്റി വേണോ ഡ്യൂട്ടി ഫോളോ ചെയ്യണോ എന്നൊരു ഡിലേമ മണ്ടേല ഫേസ് ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഓർഗനൈസേഷനോടുള്ളൊരു ലോയൽറ്റിയാണ് ഒരു വ്യക്തിഗത ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ റമോഹനയ്ക്കുള്ള ആ ഒരു മോഷനെതിരെ അദ്ദേഹം അത് സെക്കൻഡ് ചെയ്യുന്നുണ്ട്. Okay, so in this chapter he finally learns the importance of duty towards his organization. അടുത്ത ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ആഫ്രിക്കൻസിന് വോട്ടിംഗ് ഉള്ളൊരു അർഹത ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ അപ്ഹീവൽസ് എല്ലാം തന്നെ അവർ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവകാശമില്ല. He also says Africans had no loyalty to General Smutt or towards the National Party led by Dr. Daniel Mallan. അതിനുശേഷം അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പാർട്ടൈഡ് എന്ന സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് അപ്പാർട്ട്നെസ് എന്നാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്കൻസിന് ഒരു ഇൻഫീരിയർ പൊസിഷനിലേക്ക് അവരങ്ങ് മാറ്റി നിർത്തുകയാണ്. ഒരു രീതിയിലൊരു മാർജിനലൈസേഷനും ഒപ്പോസിഷനാണ് നമ്മളവിടെ കാണുന്നത്. വൈറ്റ്സിനെ മാത്രം സുപ്പീരിയറായിട്ട് കാണുന്നു. അങ്ങനത്തെ രീതിയിൽ ആഫ്രിക്കൻസിനെ മാർജിനലൈസ് ചെയ്യുന്നു, അവരെ സ്ലീവ്സ് ആയിട്ട് കരുതുന്നു, അവരെ അതറായിട്ട് കാണുന്നു. അതൊക്കെയാണ് അപ്പാർട്ടൈഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ആഫ്രിക്കൻസ് മാത്രമല്ല സഫർ ചെയ്യുന്നത്, കളേഴ്സ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും ഇവരെല്ലാവരെയും തന്നെ ഈ ഒരു അതർ എന്നൊരു കാറ്റഗറിയിലേക്ക് ലേബിൾ ചെയ്ത് വിടുന്നുണ്ട്. കാരണം വൈറ്റ്സ് മാത്രമാണ് സുപ്പീരിയർ എന്നുള്ളൊരു യൂറോപ്യൻ ഐഡിയോളജി ആയിരുന്നു അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് നിന്നത്. The nationalist victory in the Anglo-Boer War was the beginning of the end of the domination of Afrikaner, which was a South African ethnic group by the Englishmen. Later, they won the general election in 1948, and for the first time in history of South Africa, an exclusively Afrikaner party led the government. ആ സമയം തന്നെയാണ്, ഈ ഒരു വർഷം തന്നെയാണ് യൂത്ത് ലീഗ് കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം വൈറ്റ് ഡോമിനേഷനെതിരെ അവർ ഒരുപാടധികം റാലീസൊക്കെ നടത്തുന്നത് ഈ ഒരു വർഷമാണ്. മാത്രമല്ല അവർ വേറെ പല കാര്യങ്ങളും അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റീഡിവിഷൻ ഓഫ് ലാൻഡ് ഓൺ ആൻ ഇക്വിറ്റബിൾ ബേസിസ്, അബോളിഷൻ ഓഫ് കളർ ബാർ, പ്രൊഹിബിറ്റിംഗ് ആഫ്രിക്കൻസ് ഫ്രം ഡൂയിങ് സ്കിൽഡ് വർക്ക് ആൻഡ് ദ നീഡ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അങ്ങനത്തെ രീതിയിൽ ആഫ്രിക്കൻ നാഷണലിസത്തിൽ തന്നെ രണ്ട് തിയറീസ് വരികയും ഈ തിയറീസ് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഒന്ന് മാർക്കസ് ഗാർവി ഇൻസ്പയർ ആയിട്ടുള്ള ആഫ്രിക്ക ഫോർ ആഫ്രിക്കൻസ് എന്നൊരു നാഷണലിസവും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ആഫ്രിക്കാനിസവും. കാരണം കൂടുതലും ആഫ്രിക്ക ഫോർ ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് ലംഡെ വിശ്വസിച്ചിരുന്നത് പോലെ ബ്ലാക്ക് പീപ്പിൾ മാത്രം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി നിന്നാൽ മതി, അവർക്ക് മാത്രം ജസ്റ്റിസ് മതി എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ യൂത്ത് ലീഗിൻ്റെ ആഫ്രിക്കാനിസം അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു അവിടെ ആഫ്രിക്കൻസിനെ സപ്പോർട്ട് ചെയ്യുകയും എംപത്തൈസ് ചെയ്യുകയും ചെയ്യുന്ന വൈറ്റ്സിനും ഒരു റോളുണ്ട്, അതുപോലെ തന്നെ കളേർഡിനും ഇന്ത്യൻസിനും ഒരു സ്പേസ് ഉണ്ട്. അതാണ് അവിടുത്തെ വ്യത്യാസം. അതിനുശേഷം ആഫ്റ്റർ ദി എലക്ഷൻ Dr. Daniel Mallan of the Nationalist Party started his harmful implementation, and that included the nationalist government pardoning Robbie Lebrant, a wartime traitor, began to curb trade union movement and done away with the limited franchise of the Indian, colored and Africans. Prohibition of Mixed Marriage Act was introduced in 1949, followed by an Immorality Act making sexual relation between white and non-white illegal. The Population and Registration Act labeled all South Africans by race, making color as the most important arbiter of an individual. അങ്ങനത്തെ രീതിയിൽ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള കുറേ ലോസ് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു എലക്ഷൻ ജയിച്ചതിന് ശേഷം.
ആ സമയത്ത് തന്നെയാണ് ANC യൂത്ത് ലീഗും ഒരേപോലെ തന്നെ ഈ ഒരു ആക്ഷനെതിരെ ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ നേഷൻ വൈഡായിട്ട് തന്നെ ബോയ്ക്കോട്ട്, സ്ട്രൈക്ക്, സ്റ്റേ അറ്റ് ഹോം, പാസീവ് റെസിസ്റ്റൻസ്, പ്രൊട്ടസ്റ്റ്, ഡെമോൺസ്ട്രേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്, നോൺ കോപ്പറേഷൻ, ഇങ്ങനത്തെ രീതിയിലൊരു ഓരോ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് അവർ നടത്താൻ തുടങ്ങി. ആ സമയത്ത് പുതിയ പ്രസിഡന്റ് ജനറൽ ഡോക്ടർ JS മൊറോക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ ആനുവൽ കോൺഫറൻസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. മാത്രമല്ല ഈ ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള പോളിസീസിനെതിരെ ഒരു എല്ലാ രീതിയിലുള്ള ജോലികളും നിർത്തി വെച്ചുകൊണ്ടൊരു ദിവസം നീങ്ങാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ രീതിയിലും ഈ ഒരു പോളിസീസിനെതിരെ നിസ്സഹരണം നടത്തുക എന്നുള്ളൊരു തീരുമാനം അവർ എടുത്തു. മാത്രമല്ല ഒരു 1 day ജനറൽ സ്ട്രൈക്ക് നേടിയിട്ടുണ്ട്. അന്ന് ഫ്രീഡം ഡേ എന്നാണ് പറയുന്നത്. ഈ പാരഗ്രാഫ് ഇസ് ദിസ്: അറ്റ് ദി ഡിഫെൻഡ് ഫ്രീ സ്പീച്ച് കൺവെൻഷൻ ഓർഗനൈസ്ഡ് ബൈ ട്രാൻസ്വാൽ ANC, the Transvaal Indian Congress, the African People's Organization and the District Committee of the Communist Party passed a resolution for a 1 day general strike known as Freedom Day on 1st May, calling for the abolition of past laws and all discriminatory legislation. പക്ഷേ ഇങ്ങനത്തെ രീതിയിലെല്ലാം തന്നെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് നാഷണലിസ്റ്റ് ഗവൺമെൻറ് പുറകെ ഒട്ടും തന്നെ പിന്മാറിയിരുന്നില്ല. അവർ ഈ റിപ്രഷൻ കൂട്ടുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം അവർ കൊണ്ടുവന്ന മറ്റൊരു ആക്ട് എന്ന് പറയുന്നത് റിപ്രഷൻ ഓഫ് കമ്മ്യൂണിസം ആക്ട് ആയിരുന്നു. അവിടെ സൗത്ത് ആഫ്രിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഔട്ട്ലോ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റിനെതിരെ ഒരു ചെറിയൊരു സംഘർഷം പോലും അപ്പം തന്നെ അടിച്ചമർത്താനുള്ളൊരു രീതിയിൽ ഒരു എല്ലാ രീതിയിലുള്ള സ്ട്രൈക്കും ബാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിനെ അവിടെ തകർക്കാനുള്ള ശ്രമങ്ങൾ നാഷണലിസ്റ്റ് ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ANC ബാക്കിയുള്ള പാർട്ടീസിൻ്റെ എല്ലാം തന്നെ സഹായത്തോടെ 26 ജൂൺ 1950 ഒരു നാഷണൽ ഡേ ഓഫ് പ്രൊട്ടസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് ഒരു രീതിയിലൊരു മോഡറേറ്റ് സക്സസ് ആകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സിറ്റീസിലൊക്കെ ആണെങ്കിൽ പോലും മെജോറിറ്റി ആൾക്കാരും ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കൂടെയാണ് നിന്നത്. ആ സമയത്ത് ഒരു ജോലിയും നടത്താതെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യാതെ ആ ഒരു പ്രൊട്ടസ്റ്റിൽ അവരെല്ലാം തന്നെ പങ്കെടുത്തു. അപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതും ഈ ഒരു കാര്യമാണ്. ANCയുടെ കൂടെയാണ് കൂടുതൽ ആൾക്കാരും നിൽക്കുന്നത്. അവർക്കും ഈ ഒരു ഡിസ്ക്രിമിനേറ്ററി ലോസ്, ആ ഒരു പോളിസീസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ട് എന്നുള്ളൊരു വികാരം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ആണ് കൂടുതലും മണ്ടേല ഈ ഒരു സമയത്ത് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനും ഈ ഒരു സമയത്ത് ജനിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ അദ്ദേഹത്തിന് ആദ്യം കമ്മ്യൂണിസത്തിനോടുണ്ടായിരുന്ന ഒരു ഹെസിറ്റേഷൻ, ഒരു കോഷൻ അവിടെ കുറയുന്നുണ്ട്. മാത്രമല്ല ഈ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മോസസ് കോണ്ടാനെയും അദ്ദേഹം പരിചയപ്പെടുന്നതും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ സമയത്താണ്. മാത്രമല്ല അദ്ദേഹം മാർക്സിൻ്റെയും ആംഗിൾസിൻ്റെയും ലെനിൻ, സ്റ്റാലിൻ, മാവോ സേസുങ് പോലുള്ള അവരെഴുതിയിരുന്ന വർക്ക്സ് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. ഡയലക്റ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹത്തെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്നും ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, ആ ഒരു ഐഡിയ അദ്ദേഹത്തെ എത്രമാത്രം ഇൻസ്പയർ ചെയ്തെന്നും അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിലാണ് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദി paragraph is this: Marxist call to revolutionary action influenced Mandela very much. The idea that history progresses through struggle and that change occurs in revolutionary jump seemed appealing to Mandela. Marxists gave serious attention to national liberation movement, and the Soviet Union in particular supported the national struggle of many colonial people. These were cited as reasons why Mandela amended his opposition against communism. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 14 ലെറ്റ്സ് സി
Mandela begins by criticizing the National Party for the law passed in 1950, which established apartheid more and more seriously. The Population Registration Act and the Group Areas Act turned to be cornerstone of the apartheid. The former act authorized the government officially to classify all South Africans according to race, and the latter act became foundation of residential apartheid, according to which each racial group could own land, occupy premises and trade only in its own separate area. If whites wanted land or house of another group, they could simply declare the land as a white area and take it. The Group Area Act initiated the area of forced removal when African communities, towns and villages in newly designated white urban areas were violently relocated because the nearby white landowners did not want Africans living near them or simply wanted their act. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് പോലെ തന്നെ ഗവൺമെൻറ് ഒരുപാടധികം ലോസ് പാസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ വൈറ്റ്സിനാണ് പ്രിവിലേജ് കൊടുക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ലോസാണ്. കോൺസിക്വൻ്റ്ലി ആഫ്രിക്കൻസിന് എന്താണ് ഈ ഒരു അപ്പാർട്ടൈഡ് സിസ്റ്റം കൂടുതലും അടിച്ചേൽപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലോസാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്റ്റും ഗ്രൂപ്പ് ഏരിയ ആക്റ്റും. അതായത് വൈറ്റ്സിന് ഏതൊരു ലാൻഡ് വേണമെങ്കിലും പോയി അങ്ങ് വൈറ്റ് എന്ന് ഡിക്ലെയർ ചെയ്താൽ മതി, ആഫ്രിക്കൻസിനെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ആഫ്രിക്കൻസ് റീലൊക്കേറ്റ് ചെയ്തിരിക്കണം. അവിടെ ഒരു രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷനോ ജസ്റ്റിസോ അവിടെ വരുന്നില്ല. മാത്രമല്ല 2 ആക്റ്റും കൂടി വരുന്ന വർഷത്തിൽ ഗവൺമെൻറ് പാസ് ചെയ്യുന്നുണ്ട്. ദ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് എയിം ടു ട്രാൻസ്ഫർ കളേർഡ് ടു സെപ്പറേറ്റ് വോട്ടേഴ്സ് റോൾ. The Bantu Authorities Act abolished Natives Representative Council, an indirect forum of national representation for Africans, and replaced it with a hierarchical system of tribal chief appointed by the government. ഈ ആക്ട് എല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഒരു റെസിസ്റ്റൻസിനെ തകർക്കാൻ വേണ്ടി ഒരു രീതിയിലും ഒരു സ്ട്രൈക്കും ഉണ്ടാകാനുള്ളൊരു സ്പേസ് കൊടുക്കാത്ത രീതിയിൽ ഇവർ നടത്തുന്ന പോളിസീസ് മാത്രം നടപ്പാക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡിക്റ്ററ്റോറിയൽ എന്ന് പറയാൻ പറ്റും. അത്രമാത്രം ഒരു വൺ വേ ആയിട്ടുള്ളൊരു പോളിസീസ് ആയിരുന്നു ഇത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ കളേർഡ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ANC-യും ഒരു സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. പല ലോസും തെറ്റിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ഒബേ ചെയ്യാത്തവർക്ക് ഇംപ്രിസൺമെൻ്റ് ആണെന്ന് വരെ ഗവൺമെൻറ് പറഞ്ഞു വെച്ചിരുന്ന സമയത്ത് അത് നമുക്ക് സ്വീകാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പല റെസിസ്റ്റൻ്റ് പാർട്ടീസും ഇതിൽ പങ്കെടുക്കുന്നത്. ഇൻഫാക്റ്റ് അവർ പ്രൈം മിനിസ്റ്ററിന് ഒരു ലെറ്റർ വരെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ലോസ് എല്ലാം തന്നെ റിപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് അഗെയിൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് മണ്ടേല പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അദ്ദേഹം അക്വയർ ചെയ്തതെന്ന്. കാരണം അദ്ദേഹം വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആ ഒരു സമയം അദ്ദേഹം ശരിക്കും ഒരു 1 man ടാക്സി സർവീസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കോംറാഡ്സിനും ഫ്രണ്ട്സിനും വേണ്ടി തൻ്റെ ടാക്സി സർവീസ് വിട്ടുകൊടുത്തതെന്നും അതേസമയം ഉണ്ടായ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ചും ഒരു പോലീസ്മാനായിട്ടൊരു എൻകൗണ്ടറിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദെൻ ആഫ്റ്റർ ഡിസ്കഷൻ വിത്ത് ഡോക്ടർ മൊറോക്ക, who was the then president of ANC, the laws were repealed. The PM had drafted demanding the repeal of the 6 unjust laws by the 29th February 1952. But again, Daniel Mellon, who was the president of the Nationalist Party, he asserted that whites had an inherent right to take measures to preserve their own identity as a separate community and threatened them of quelling any kind of disturbance. Thus, ANC had no alternatives but to resort to civil disobedience, and they embarked on preparation of mass action. Thus, ANC along with SAIC created National Action Committee to direct the campaign and a National Volunteer Board to recruit and train volunteers. In the campaign, they emphasized Gandhian principles of non-violence and satyagraha. Finally, it was decided to conduct the
conduct 2 stages of defiance. In the first, a small number of well-trained volunteers would break selected law in urban area. The second stage was envisioned as a mass defiance, accompanied by strike and industrial action across the country. സോ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, നേരത്തെ പി എമ്മിന് ഒരു ലെറ്റർ അയച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ രീതിയിൽ എന്താണ്, റിപ്പീൽ ചെയ്യാൻ ഒരു ആക്ഷൻ വരുമ്പോൾ പോലും ഡാനിയൽ മലൻ തിരിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്, വൈറ്റിന് ഇവിടെ എന്താണ് ഈ ലോസ് എല്ലാം തന്നെ വൈറ്റിന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അവരൊരു സെപ്പറേറ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവരുടെ ഇൻഹറൻറ്റ് റൈറ്റ് ആണെന്ന രീതിയിൽ വൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ANC ഒരു ഫുൾ ഓൺ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അവിടെ മെയിനായിട്ടും അവർ ഒരു ഇൻസ്പിറേഷൻ എടുക്കുന്നത് മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ അതുപോലെ നോൺ വയലൻസ് ഐഡിയാസ് ആയിട്ടാണ്. രണ്ട് രീതിയിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒന്ന്, അർബൻ ഏരിയാസിലെ ചില ലോസ് മാത്രം കുറച്ച് പേര് ബ്രേക്ക് ചെയ്യുന്നു. അതൊരു രീതിയിലുള്ളൊരു നോൺ വയലൻസ് ആയിട്ടുള്ളൊരു ഡിഫയൻസ്. അതുപോലെ തന്നെ സ്ട്രൈക്സും മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ഷനുമായിട്ട് മറ്റൊരു രീതിയിലുള്ളൊരു ഡിഫയൻസ്, അത് കൺട്രി സൈഡിൽ. അങ്ങനത്തെ ഒരേ സമയം രണ്ട് ഏരിയാസിൽ രണ്ട് രീതിയിൽ ഡിഫയൻസ് നടത്താൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ രാജ്യത്തുടനീളം മാർച്ചസും റാലീസും ഡെമോൺസ്ട്രേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാടധികം ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ, ആ ഒരു ഡിഫയൻസ് ക്യാമ്പയിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം 250ഓളം വോളണ്ടിയേഴ്സ് പല രീതിയിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേറ്ററി ലോസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 5 മാസങ്ങൾക്കപ്പുറം ഏകദേശം 8500-ൽ പരം ആൾക്കാർ ഈ ഒരു ക്യാമ്പയിനിൽ ഭാഗമാകുന്നുണ്ട്. അതിൽ എല്ലാ രീതിയിലും എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്. ഡോക്ടേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മിനിസ്റ്റേഴ്സ്, and every one of them defied the laws and were willing to go to jail. ഗവൺമെൻറ് പല രീതിയിലുള്ളൊരു ഈ ഒരു ക്യാമ്പയിൻ തകർക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ സക്സസ്ഫുൾ ആകുന്നില്ല. കാരണം ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതൊരു ആഫ്രിക്കൻസ്, കളേർഡ്, ഇന്ത്യൻസ് ഇവർക്കെല്ലാം വേണ്ടിയുള്ളൊരു ക്യാമ്പയിനാണ്. അതിൽ തന്നെ ഈ ഒരു ഒഫീഷ്യൽസിൻ്റെ അകത്തും ഈ ഒരു ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, എസ്പെഷ്യലി ഇത് പോലീസ്മെൻ. അവർ അവരുടെ ഒരു പക്ഷെ ഒരു ജോലിക്ക് വേണ്ടിയും ഇൻകമിന് വേണ്ടിയുമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്കും ഈ ഒരു അവരുടെ ഉള്ളിലും ഈ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു പുരോഗമനം അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സിമ്പത്തറ്റിക് ആയിരുന്നു. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഒരു ഹെൽപ്പ് അവർക്ക് ANC-ക്ക് കിട്ടിയിരുന്നു. Apart from the government's threat, ANC came under the attack from a breakaway ANC group called the Nationalist Minded Bloc. അങ്ങനത്തെ രീതിയിൽ പല രീതിയിലുള്ള ഒബ്ജെക്ഷൻസ് അവർക്കുണ്ടായിരുന്നു. Later, J.B. Marx was banned under 1950 Suppression of Communism Act for furthering the aim of communism. In the election that followed, Mandela won with an overwhelming majority and succeeded J.B. Marx as the leader of ANC. On 30th July 1952, Mandela was arrested and a series of arrests followed. The trial was conducted in September and all were found guilty. The accused were sentenced to 9 months imprisonment with hard labor, but the sentence was suspended for 2 years. But in any case, Mandela says that the Defiance campaign marked a new chapter in this struggle. They felt proud of the fact that during 6 months of the campaign, there was not a single act of violence from the side of ANC. They believed that the campaign should focus attention on their grievance, not to topple down the government. Though the enthusiasm slackened after some time, and though it never expanded from its initial stages, the members of ANC felt a sense of accomplishment and satisfaction at the endeavor where they could show their strength and unity before the white. Thus, Mandela concludes by saying that he had come of age as a freedom fighter. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കൺക്ലൂഷൻ. നമ്മൾ മണ്ടേല ഒരു ശരിക്കും ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട്, ഒരു ANC-യുടെ ലീഡറായിട്ടാണ് അവസാനം ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്. ഒരുപാടധികം ഇംപ്രിസൺമെൻറ്റും
ഒരു ടോർച്ചറും അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇത്രയും ഒരു യാത്രയിലൂടെയും ഇത്രയും ഒരു എക്സ്പീരിയൻസിലൂടെയുമാണ് അദ്ദേഹം ശരിക്കും ഫ്രീഡം ഫൈറ്റർ എന്നൊരു ലേബലിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ അവസാനിക്കുന്നത്. So it mainly talks about the apartheid system and how the division of white and the black created stereotypical behavior, and how even the government was in support of this stereotype and apartheid, and how the ANC and several other parties tried to resist these policies and what they were the difficulties they faced. Okay, so these are the main points that come under this section. And that's the end of our analysis. If you are able to understand this, do like the video, and if you have anything more to add, you can do so in the comment section as well. And thank you for listening so much. It's been 40 minutes. So thank you for your patient listening, and I'll see you in the next video. Thank you.